പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും മറ്റൊരു കാര്യത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പരിശുദ്ധ കന്യകാമറിയം എങ്ങനെയാണ് നിത്യകന്യകയാകുന്നത്? കാരണം പരിശുദ്ധ കന്യകാമറിയം യേശുവിനെ പ്രസവിച്ചു. ഏത് സ്ത്രീയും ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അവൾ വെർജിൻ അല്ല. സത്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിനകത്ത് സെന്റ് അഗസ്റ്റിൻ പറയുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. നമുക്കറിയാം, സഭാപിതാവാണ് സെന്റ് അഗസ്റ്റിൻ, മോനിക്ക പുണ്യവതിയുടെ മകൻ. അപ്പോൾ ഈ സെന്റ് അഗസ്റ്റിൻ ഇങ്ങനെ പറയുന്നതിന് ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം സെഹിയോൻ ഊട്ടിശാലയിൽ കഥകടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പേടിച്ച് വിറച്ച്, കാരണം നമുക്കറിയാം യേശുക്രിസ്തു കാൽവരി മരിച്ചതിന്റെ ഉയർത്തെഴുന്നേൽക്കുന്ന മുമ്പാണ്. അപ്പൊ ഇവര് കഥകടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇവര് പേടി പോയിട്ടില്ല, ഇവരുടെ കഥകടച്ചിരിക്കുക. അപ്പം ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് കഥ കടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇവരുടെ മധ്യേ യേശു പ്രത്യക്ഷപ്പെടുകയാണ്. അല്ല, നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കഥ കടച്ചിരിക്കുന്ന റൂമിനകത്ത് ഈശോ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടെ? ഈശോ ശരീരത്തോടു കൂടി തന്നെയാണ് ഉയർക്കുന്നത്. ഈശോ മുറിവുകളെല്ലാം തോമാസിലേക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ഈശോ തോമാസിലേക്ക് ആ മുറിവിലൊക്കെ വിലാവിൽ കൈയിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരീരമുണ്ട്, മഹത്വീകരിക്കപ്പെട്ട ശരീരമാണ്. അപ്പോൾ ഈ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈശോയ്ക്ക് ഇതിനകത്ത് എങ്ങനെ ചെയ്യാം, ഒരു മാധ്യമത്തിന്റെ എന്ത് മാധ്യമമാണേലും അതിന്റെ ഉള്ളിലൂടെ കടന്നു പോകാൻ പറ്റും, തടസ്സമല്ല. ഈ ഈശോ സെഹിയോൻ ഊട്ടിശാലയിൽ കയറിയതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ലൂക്ക 1:37 ഒരു വചനം പറയുന്നുണ്ട്, ദൈവത്തിനെല്ലാം സാധ്യമാണ്, അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവമാണ് യേശു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാണ്ട് ഒരു ഔസേപ്പോ അല്ലെങ്കിൽ ഒരു പത്രോസോ പൗലോസോ ഒന്നും അല്ല മറിയത്തിന്റെ ഉദരത്തിൽ പ്രവേശിച്ചത്, വചനമാകുന്ന ദൈവമാണ്. അപ്പൊ മറിയത്തിന്റെ ഉദരത്തിലോട്ട് എങ്ങനെയാ പ്രവേശിച്ചത്? ഔസേപ്പിതാവിന്റെ സഹായം കൂടാതെയല്ലേ? ഔസേപ്പിതാവിലൂടെ അല്ലല്ലോ ഉണ്ടായത്. ലൂക്ക 1:35 വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. കണ്ടോ? അപ്പൊ പിറക്കാൻ പോകുന്നത് ആരാണ്? യേശുവാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെയൊക്കെ അമ്മമാര് നമുക്ക് ജന്മം നൽകിയപ്പോൾ, കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ തന്നെ നമ്മൾ അമ്മയുടെ ഉദരത്തിലായപ്പോൾ തന്നെ അമ്മയുടെ ആ വെർജിൻ നഷ്ടപ്പെട്ടു പോയി, കന്യാത്വം നഷ്ടപ്പെട്ടു പോയി. കാരണം എന്നാ? ശാരീരിക ബന്ധത്തിലൂടെ. എന്നാൽ പരിശുദ്ധ കന്യാമറിയത്തിൽ അങ്ങനെയല്ല കുഞ്ഞുണ്ടായത്, ഔസപിതാവിലൂടെയല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ കന്യകാമറിയം നിത്യ കന്യകയാണെന്നുള്ളത് സഭാപിതാക്കന്മാരും അപ്പസ്തോല പിതാക്കന്മാരും പറയുന്ന ഒരു വചനമുണ്ട്. ഞാനത് വായിക്കാം. എസെക്കിയേൽ 44 അധ്യായം അതിന്റെ 2 തിരുവചനമാണ്. അത് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് എന്നോട് അരുൾ ചെയ്തു, ഈ പടിപ്പുര എന്ന് വെച്ചാൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഗർഭപാത്രമാകുന്ന പടിപ്പുര എപ്പോഴും അടച്ചിട്ടിരിക്കും, അത് തുറക്കപ്പെടുകയില്ല, ആരും അതിലൂടെ പ്രവേശിക്കുകയുമില്ല. ഉണ്ടോ? പ്രിയമുള്ളവർ, യേശു ജനിച്ചതിന് ശേഷം ഇനി അത് എന്നേക്കുമായി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു മാലാഖയ്ക്ക് വേണ്ടിയോ ഔസപിതാവിന് വേണ്ടിയോ ഒന്നും അത് തുറക്കപ്പെടത്തൊന്നുമില്ല, അത് എന്നേക്കും അടയപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും ഇനി ആരും പ്രവേശിക്കുകയില്ല. എന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് അതിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇസ്രയേലിന്റെ ദൈവം ആരാണ്? യേശുക്രിസ്തുവാണ്. ഈ യേശുക്രിസ്തുവാണ് അതിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും അത് അടയപ്പെട്ട് തന്നെ കിടക്കും. ഇനി ആർക്കും വേണ്ടി തുറക്കത്തില്ല. പ്രിയമുള്ളവർ, ഇതിനൊരു കുറച്ച് ഉദാഹരണം വേണം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. കാരണം യേശു ഭൂമിയിലോട്ട് വന്നപ്പോൾ പിതാവായ ദൈവത്തെ പോലെ പരിശുദ്ധാത്മാവിനെ പോലെ തന്നെ യേശുവും പരിപൂർണനാണ്, ദൈവമാണ്. അല്ലാണ്ട് ഭൂമിയിലോട്ട് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി പീഡകൾ ഏറ്റെടുക്കാൻ വന്നപ്പോൾ യേശു ഒരു വിലയില്ലാത്തൊരു വ്യക്തിയായി പാപികളോടൊപ്പം വസിക്കുന്ന ഒരു പിച്ചക്കാരന്റെ ഒരു അവസ്ഥയിലേക്കൊന്നും യേശു മാറിയില്ല. യേശു ദൈവം തന്നെയാണ്. പുരോഹിതവർഗവും ഇവിടെയുള്ളവരൊക്കെ നീ അച്ഛന്റെ മോനല്ല എന്നൊക്കെ പറഞ്ഞു കാണണം. കാരണം അവരുടെ പാപത്തിലൂടെ അവരുടെ അജ്ഞരായിരിക്കുകയാണ്, കണ്ണിന് അന്ധത ബാധിച്ചിരിക്കുക, അതുകൊണ്ട് മനസ്സിലാകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പലർക്കും യേശുവിനെ കണ്ടപ്പോഴത്തേന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. വിജാതീയരായ പൂജരാജാക്കന്മാർക്ക് പോലും അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, ഈ പരിശുദ്ധ കന്യകാമറിയം നിത്യ കന്യകയാണ് എന്നുള്ളതിന്റെ 1-2 ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. കാരണം പരിശുദ്ധ കന്യാമറിയത്തിനോടൊപ്പം തന്നെ നമ്മൾ യേശുവിനെ ഒന്ന് മനസ്സിലാക്കണം. യേശു പരിപൂർണനായതുകൊണ്ട് യേശുവിന് ഈ ഭൂമിയിൽ കൊടുത്ത പരിപൂർണതയുള്ള ചിലതൊക്കെ ഞാൻ പറഞ്ഞു തരാം. യേശുവിന് ഓശാന ഞായറാഴ്ച കയറാൻ കൊടുത്തത് ആരും കയറാത്ത ഒരു കഴുതക്കുട്ടീനെയാണ്. കാരണം അബ്രാഹവും ഇസ്ഹാക്കും യാക്കോബും ഒക്കെ കയറി നടുവൊടിഞ്ഞു കിടക്കുന്ന ഒരു കഴുതക്കുട്ടീനെയല്ല. കാരണം ഈശോ പരിപൂർണനാണ്, ദൈവമാണ്. അതുകൊണ്ട് അവിടത്തേക്ക് കൊടുക്കുന്നതെല്ലാം പരിപൂർണതയുള്ളതായിരിക്കണം. അതുകൊണ്ട് അത് ആരും കയറാത്ത ഒരു കഴുതക്കുട്ടി ഉണ്ടോ? ഇനി ഈ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ അടക്കാൻ കൊടുത്തത് ആരെയും അടക്കാത്ത അരിമത്തിയാക്കാരൻ ജോസഫിന്റെ കല്ലറ ഉണ്ടോ?
അല്ലാണ്ട് ഔസപിതാവിന്റെ അപ്പനെയും അമ്മേനെയും പൂർവികരെയും ഒക്കെ അടക്കിയ ഡെഡ് ബോഡിയൊക്കെ കിടക്കുന്ന അല്ലെ അസ്ഥികൂടങ്ങൾ കിടക്കുന്ന ഒരു കല്ലറയിലല്ല. ആരെയും അടക്കാത്ത അരിമത്തിയക്കാരൻ ജോസഫിന്റെ കല്ലറ. എന്നാൽ അബ്രാഹത്തെ അടക്കുന്നത് എവിടെയാ? അബ്രാഹത്തെ അടക്കം ചെയ്തു, അതിനുശേഷം അതിൽ തന്നെ ഇസ്ഹാക്കിനെ, യാക്കോബിനെ, ജോസഫിനെ ഒക്കെ അടക്കുന്നുണ്ട്. അങ്ങനെയല്ല യേശു ക്രിസ്തുവിനെ അടക്കുക. ആരെയും അടക്കാത്ത, കാരണം ദൈവമാണ്. അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ് പൂർവ്വപിതാക്കന്മാരാണ്, പക്ഷെ അവർ ദൈവമല്ല. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് പരിപൂർണനായവന് പരിപൂർണമായി തന്നെ കൊടുക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, ഇന്ന് വരെ ആരും പ്രവേശിക്കാത്തതും ഇനി ആരും ഒരിക്കലും പ്രവേശിക്കാത്തതുമായ ഒരു കന്യകയായ അമലോത്ഭവമായ ഒരു സ്ത്രീയുടെ ഉദരം, അത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉദരമാണ്. ഉണ്ടോ? അപ്പൊ ഈ എസെക്കിയേൽ 44:2 സഭാപിതാക്കന്മാരും അപ്പസ്തോലന്മാരും പിതാക്കന്മാരും പറയുന്ന നോക്കി എത്ര പൂർണ്ണതയാണ്. ഈശോ പരിപൂർണനാണ്. കാരണം ദൈവത്തിന് നമ്മുടെ നാട്ടിൽ പോലും നമ്മുടെയൊക്കെ ഒരു വേണ്ടപ്പെട്ട ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ എത്ര ബഹുമാനത്തിൽ, ഇപ്പൊ നമ്മളിപ്പോ മാർപ്പാപ്പ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ കഴിക്കുന്ന പാത്രത്തിനകത്താണോ കൊടുക്കുക? അല്ലല്ലോ. വേണ്ട, നമ്മുടെ ഇടവക വികാരിയച്ഛൻ പോലും നമ്മുടെ വീട്ടിലോട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, പാപികളാണ് ഇവരെല്ലാം, മനുഷ്യരാണ്. എന്നിട്ട് പോലും നമ്മൾ അത്ര വേണ്ടപ്പെട്ട നമ്മുടെ ബെഡ്റൂം ഒക്കെയാണ് നമ്മൾ ഒരുക്കുവാണെങ്കിൽ, ഒരു ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് നമ്മൾ ഒരുക്കുന്നത്. വേണ്ട, നമ്മുടെ വീട്ടിലെ മക്കൾ തന്നെ വിവാഹം കഴിക്കുവാണെങ്കിൽ ആദ്യത്തെ ദിവസം നമ്മൾ മണവറ ഒരുക്കുന്നത് എങ്ങനെയാണ്? പുതിയ ബെഡ് ഇല്ലേ, ആ റൂമെല്ലാം ക്ലീൻ ആക്കി വളരെ മനോഹരമാക്കും. എന്ത് കാര്യവും അതുപോലെ തന്നെയാണ്. ഇപ്പം വിവാഹത്തിന് പോകുന്നു, ഇപ്പൊ നമ്മുടെ ഒരു വിവാഹം നടക്കുവാണെങ്കിൽ നമ്മുടെ ഏറ്റവും പഴയ ഡ്രസ്സോ അല്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും നല്ലതാണോ ഇടുന്നത്? അല്ല, പുതിയത് മേടിക്കുക. അങ്ങനെയെങ്കിൽ പിതാവായി ദൈവം തന്റെ പുത്രനെ ഭൂമിയിലോട്ട് അയക്കുമ്പോൾ കൊടുക്കുന്നതെല്ലാം പരിപൂർണതയുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം മറിയത്തിന്റെ യോഗ്യത എന്നതിനേക്കാൾ അപ്പുറം ദൈവം പിതാവ് തന്റെ പുത്രന് ഭൂമിയിൽ കൊടുക്കുന്നതെല്ലാം പരിപൂർണതയുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, യേശു ക്രിസ്തു എപ്പോഴും ആരാണ്? പരിപൂർണനാണ്. അതുകൊണ്ടാണ് മറിയത്തെ ഇങ്ങനെ ദൈവം ഒരുക്കിയത്. പ്രിയമുള്ളവർ, നിങ്ങൾ എസെക്കിയേൽ 28-ാം അധ്യായം അതിന്റെ 13 മുതൽ വായിക്കുമ്പോൾ ഈ സാത്താൻ എന്ന് പറയുന്ന ലൂസിഫറിന് വേണ്ടി ദൈവം ഒരുക്കിയതൊക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. കണ്ടോ? നവരത്നങ്ങൾ കൊണ്ടുള്ള വസ്ത്രമായിരുന്നു അവന്റെ, നവരത്നങ്ങൾ കണ്ടോ? അവന്റെ പുല്ലാങ്കുഴലും ഒക്കെ സ്വർണ്ണ നിർമ്മിതമായിരുന്നു. ഒരു അവിക്ഷിത്ത കെരൂബിനെ അവന് ദൈവം ഒരുക്കി കൊടുത്തു. അത്രമാത്രം മനോഹരമായിട്ടാണ് ലൂസിഫറിനെ, എന്നിട്ട് പോലും സാത്താനായി മാറി. ഈ സാത്താന് ദൈവം ആദ്യമേ സാത്താനല്ലായിരുന്നു, മാലാഖമാരുടെ ലീഡറായിരുന്നു. അത്രമാത്രം ദൈവം അവനെ ഒരുക്കി നവരത്നങ്ങൾ. അതുകൊണ്ടാണ് ലൂസിഫർ എന്ന വാക്കിന് പ്രകാശവാഹം, കാരണം ഈ നവരത്നങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ കന്യകാമറിയം എന്നും നിത്യ കന്യക തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. കാരണം ഇനി മറ്റൊരു കാര്യം കൂടെ വേണേ പറഞ്ഞു തരാം. 1 കൊരിന്തോസ് 7-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയവും ഔസേപ്പിതാവും തമ്മിലുള്ള വിവാഹം എന്ന് പറയുന്നത് നമ്മൾ ലോകത്ത് കാണുന്നവരുടെ പോലത്തെ ഒരു വിവാഹമൊന്നുമല്ല. കാരണം അതിനകത്ത് 1 കൊരിന്തോസ് 7-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ പറയുന്നു, തന്റെ കന്യകയെ കന്യകയായി തന്നെ നിലനിർത്താൻ ദൃഢനിശ്ചയം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ആ ചിന്ത, അവരുടെ ആ തീരുമാനം യുക്തമാണെന്ന് പൗലോസ്ലീഹ വ്യക്തമായി പറഞ്ഞു. അങ്ങനെയാണ് ഔസേപ്പിതാവും മാതാവും തമ്മിൽ വിവാഹം കഴിക്കുന്നത്. ഇങ്ങനെ കത്തോലിക്ക സഭയിൽ വിവാഹം കഴിച്ച് വിശുദ്ധരായ അനേകരുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ജഡികത, നമ്മുടെ ഉള്ളിലെ വിശുദ്ധിയില്ലായ്മയെ ആ അളവിന് അത് വെച്ചുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ അളക്കുന്നത്. അങ്ങനെ നമ്മൾ മറിയത്തെ അളക്കരുത്. കാരണം ദൈവം ഹവ്വനെ എങ്ങനെ സൃഷ്ടിച്ചത്? ഹവ്വ അമലോത്ഭവം, ഒരു പാപവും ഇല്ലായിരുന്നല്ലോ. അതിന് നമുക്ക് ആർക്കും പ്രശ്നമില്ല. അവള് സാത്താനോട് ചേർന്നു, മറുതലിച്ചു, അവൾ അമലോത്ഭവ പാപം ഇല്ലായിരുന്നു. അപ്പൊ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഹവ്വനെ ആരെ പ്രസവിച്ചേ? ഇത് പരിശുദ്ധ കന്യാമറിയത്തിന് ഒരു ഗബ്രിയേലൊന്നും പ്രസവിച്ചതൊന്നും അല്ലല്ലോ, ഒരു മാലാഖമാര് പ്രസവിച്ചതല്ല. ഇതേ ദൈവം. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഹവ്വ ആരുടെ മുലപ്പാല് കുടിച്ചാ വളർന്നത്? ഹവ്വയുടെ അമ്മയുടെ പേരെന്നെ? ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അവിടെയൊന്നും നമുക്ക് ഇവിടെ ഒരു വിഷയവും ഇല്ല. ഇതാണ് സാത്താന്റെ വലിയൊരു തന്ത്രം. മറിയത്തെ കുറിച്ച് പറയാൻ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. ഹവ്വ എങ്ങനെയാ ജനിച്ചത്? വാരിയിൽ നിന്ന് ആർക്കെങ്കിലും, ഏതൊരു ഡോക്ടർമാർക്ക് വാരിയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും? ഒരു ടെസ്റ്റ് ട്യൂബിലൂടെയൊക്കെ പല അണ്ടവും ബീജവും ഒക്കെ എടുത്തൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരു വ്യക്തിയുടെ വാരിയിൽ ഊരിട്ട് ആർക്ക് സൃഷ്ടിക്കാൻ പറ്റും? എന്നാൽ ദൈവം അങ്ങനെയല്ലേ ഹവ്വനെ സൃഷ്ടിച്ചത്? മണ്ണിൽ നിന്ന് ആർക്ക് സൃഷ്ടിക്കാൻ പറ്റും? ഏത് വൈദ്യശാസ്ത്രത്തിന് പറ്റും? അങ്ങനെയല്ലേ ആദത്തെ സൃഷ്ടിച്ചത്? ആദവും ഹവ്വയും ആരുടെ മുലപ്പാല കുടിച്ച്? അവരെ ആരെ പ്രസവിച്ച്? പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലായി ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ മറിയത്തിലോട്ട് വരുമ്പോൾ നമുക്കത് പറ്റുന്നില്ല. കാരണം അത് ഭൂമിയിലായതുകൊണ്ടാണ്. ഭൂമിയിലും പറുദീസയിൽ നിൽക്കുമ്പോഴും ദൈവത്തിന്റെ ശക്തിക്ക് ഒട്ടും കുറവില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലൂക്കാ 1:30 ദൈവത്തിന് എല്ലാം സാധ്യമാണ്, അസാധ്യമായിട്ടൊന്നുമില്ല.
അപ്പൊ അതുകൊണ്ട് ആ ദൈവം തന്നെ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ 5 പൈസയുടെ വിലയില്ലാത്തൊരു ഗോതമ്പപ്പത്തെ ദൈവമാക്കി തീർക്കുന്ന ആ ദൈവം തന്നെയാണ് ആ പറുദീസയിൽ ആദത്തേനെ അവൻ സൃഷ്ടിച്ചതും ഇവിടെ മറിയത്തിലൂടെ ചെയ്തതുമെല്ലാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലൂടെ വേണം നമ്മൾ കാണാനായിട്ട്. അല്ലാണ്ട് എല്ലാവരുടെയും ഒരു വിവാഹം പോലെയാണ്. ഇനി കത്തോലിക്ക സഭയിൽ തന്നെ ഇനി വിവാഹം കഴിച്ചിട്ട് വിശുദ്ധരായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ഈ കന്യാത്വം നഷ്ടപ്പെടാത്ത അനേകം ആൾക്കാരുണ്ട്. ഈ വെർജിന് പോകാത്ത അനേകരുണ്ട്. അതാണ് വിശ എഡ്വേഡ്, വിശ എഡ്ഗീത, വിശ എലയാസർ, വിശ ഡെൽഫീന. ഇവരൊക്കെ അങ്ങനെ വിശുദ്ധരായ കത്തോലിക്ക സഭയിലെ വിശുദ്ധരാണ്. അപ്പൊ നമ്മളൊന്നും ഈ സഭയുടെ പഠനങ്ങളോ വിശുദ്ധരെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ട്, നമ്മളിൽ ഈ ജഡികത ഉള്ളത് കൊണ്ടും, നമ്മളിൽ ഈ വേണ്ട രീതിയിൽ വിശുദ്ധി ഇല്ലായ്മ ഉള്ളത് കൊണ്ടും, നമ്മളാരും അമലോത്ഭവം അല്ലാത്തത് കൊണ്ടും, ദൈവത്തിന്റെ ഹൃദയം അതുപോലെ ഇല്ലാത്തത് കൊണ്ടും ഒക്കെ നമുക്ക് ഇങ്ങനെ തോന്നിപ്പോകുന്നതാണ്. നമുക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് നമ്മുടെ കണ്ണിനെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പിന്നെ ജീവിതം ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, സ്വന്തം ഭാര്യ ഉണ്ടായിട്ട് പോലും, ഭർത്താവ് ഉണ്ടായിട്ട് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എത്രയോ പേരാണ് ഇന്നത്തെ ഈ ലോകത്തിൽ നമുക്കറിയാം. അപ്പൊ ഇതുപോലത്തെ മനുഷ്യരുടെ ഇടയ്ക്ക് വസിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ആരുടെയും കുഴപ്പമല്ല. നമ്മുടെ ഉള്ളിൽ, ആദത്തിന്റെ അവയുടെ ഉള്ളിൽ കയറിയ തിന്മയുടെ ശക്തി നമ്മളിലൊക്കെ അറിഞ്ഞും അറിയാതെയും ഒക്കെ എവിടെയൊക്കെയോ ചിന്തയിലും ഓർമ്മയിലും ഭാവനയിലും ഒക്കെ അവൻ കയറി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ മാനുഷിക തലത്തിലൂടെ, ആ മാനുഷിക ബുദ്ധി കൊണ്ടല്ല നമ്മൾ ഇതിനെ അളക്കേണ്ടത്, ദൈവിക ജ്ഞാനത്തിലൂടെ, ദൈവത്തിന്റെ കണ്ണുകൊണ്ട്. നമ്മൾ ലൂക്കായുടെ 24-ാം അധ്യായം അതിന്റെ 30-31 തിരുവചനത്തിൽ പറയുന്നുണ്ട്, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈശോ ഒരു അപരിചിതനായി കൂടിയിട്ട് ഈശോ അപ്പം മുറിച്ച് അവർക്ക് കൊടുത്ത് ഒന്നും മനസ്സിലായില്ല കേട്ടോ. അവർക്കൊന്നും മനസ്സിലായില്ല. ഈശോനെ അവർക്ക് കണ്ടൊന്നും മനസ്സിലായി പോലുമില്ല. ഒരു അപരിചിതനായിട്ട്. പക്ഷെ അപ്പം മുറിച്ച് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. കണ്ടോ? അവരുടെ കണ്ണ് തുറന്നത് അപ്പോഴാണ്. വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്കവണ്ണം ലൂക്കാ 24:45 അവരുടെ മനസ്സ് ഈശോ തുറന്നു കൊടുത്തു. ഇത് അടയപ്പെട്ട് കിടക്കുകയാണില്ല, മനസ്സും കണ്ണുമെല്ലാം. ഇത് ഈശോ നമുക്ക് തുറന്നു തരട്ടെ. അപ്പോൾ നമുക്ക് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കന്യകാത്വം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയം നിത്യകന്യകയാണ്. സഭാപിതാക്കന്മാരിൽ അത് പഠിപ്പിക്കുന്നു. വചനത്തിന്റെ വെളിച്ചത്തിലൂടെ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. നമുക്ക് ആ ഒരു സത്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈശോ എങ്ങനെയാണോ മറിയത്തെ ഒരുക്കിയത് അതുപോലെ സ്വീകരിക്കാനുള്ള വലിയ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളും നമ്മുടെ മനസ്സുമെല്ലാം അടഞ്ഞുപോയതൊക്കെ, പാവം വഴി അടഞ്ഞുപോയതെല്ലാം ഈശോ തുറന്നു തരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.